5 ബെസ്റ്റ് ക്രൈം ത്രില്ലർ മൂവീസിനെ പറ്റി പറയാനാണ് ഞാൻ പോകുന്നത്. പാർട്ട് 3. ഫസ്റ്റ് മൂവി ഉന്നയെപ്പോലെ ഒരുവൻ. 2009 റിലീസ് ചെയ്ത മൂവിയാണ്. നമ്മുടെ കമലഹാസനും മോഹൻലാലും ഒക്കെ ഗംഭീര പെർഫോമൻസിൽ ഒരുമിച്ച് വന്ന ഒരു മൂവിയാണ്. ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ്. നല്ല തുടക്കം തൊട്ട് അവസാനം വരെയും നല്ലൊരു ത്രില്ലിംഗ് മൂഡ് നിലനിർത്തുന്ന ഒരു മൂവിയാണ്. സെക്കൻഡ് വൺ മെട്രോ. 2016 റിലീസ് ചെയ്ത മൂവിയാണ്. അതൊരു അധികം വലിയ സ്റ്റാർ കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മൂവിയാണ്. ബോബി സിംഹയൊക്കെ ഉണ്ട് മൂവിക്കകത്ത്. നല്ലൊരു ഗംഭീര പടമാണ്. അത് എനിക്ക് എൻ്റെ ഒരു ഫേവററ്റ് മൂവിയാണ്. നല്ലൊരു ത്രില്ലർ പടമാണ്. തുടക്കത്തിൽ നൈസായിട്ട് പോയിട്ട് പിന്നെ ത്രില്ലറിലേക്ക് കടക്കുകയാണ്. കടന്നു കഴിഞ്ഞ ക്ലൈമാക്സ് വരെയും നല്ല രീതിക്കുള്ള ത്രില്ലർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അതൊരു അടിപൊളി പടമാണ്. നല്ലൊരു എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് മൂവിയും കൂടെയാണ്. പക്ക ഒരു ക്രൈം ത്രില്ലർ മാത്രമല്ല, ഒരു എന്റർടൈൻമെന്റ് മൂവിയും കൂടെയാണ് അത്. തേർഡ് വൺ മായാവൻ. 2017 റിലീസായിട്ടുള്ള ഒരു മൂവിയാണ്. അതൊരു അന്യായ പടമാണ്. ഒരു ക്രൈം ത്രില്ലറിനുപരി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി എന്ന് തന്നെ പറയാം. അതൊരു ഗംഭീര കൺസെപ്റ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് മിക്കവരുടെ ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരു മൂവി ആയിരിക്കും. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു പടമാണ്. തുടക്കം കാണുമ്പോഴേ നമ്മളെ പടത്തിലങ്ങ് ഇന്നാവും. പിന്നെ നമ്മുടെ ക്ലൈമാക്സ് വരെയും അത്രയും കിഡിലുമായിട്ടാണ് ആ സിനിമ പോകുന്നത്. നമ്മൾ ട്വിസ്റ്റ് ഓരോ സീൻ വരുമ്പോഴും നമ്മൾ നല്ല രീതിക്ക് ട്വിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്നൊരു കിഡില മൂവിയാണ്. ഫോർത്ത് വൺ ഇതെൻ്റെ ഒരു ഫേവററ്റ് മൂവിയാണ്, നിപുണൻ. 2017 റിലീസായിട്ടുള്ള മൂവിയാണ്. നമ്മുടെ അർജുൻ സാർജ മെയിൻ ലീഡിൽ വന്നിട്ടുള്ള ഒരു കിഡില മൂവിയാണ്. ഒരു അടിപൊളി ത്രില്ലർ പടമാണത്. എൻ്റെ ഒരു ഫേവററ്റ് മൂവിയാണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീവാച്ച് ചെയ്യുന്നൊരു മൂവിയാണ്. നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൊരു കുറച്ച് ലവ് ട്രാക്കും കേസ് അന്വേഷണം, ഒരു ക്രൈം നടക്കുന്നു, ഒരു സീരിയൽ കില്ലിങ്, അതിൻ്റെ ഒരു കിടില ഒരു സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്ന ഗംഭീര പടമാണ്. കണ്ടിരിക്കേണ്ട ഒരു കിടിലം പടമാണ്. നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ഫിഫ്ത്ത് വൺ കാളിദാസ്. 2018 റിലീസായിട്ടുള്ളൊരു മൂവിയാണ്. നമ്മുടെ ഭരത്തൊക്കെയാണ് മെയിൻ ലീഡിൽ വന്നിട്ടുള്ള പോലീസ് ഓഫീസറായിട്ട്. ഒരു കേസ് അന്വേഷണവും ഒരു ക്രൈം നടക്കുകയാണ്. അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളായിട്ട് ചെന്നെത്തുന്നത് അതൊരു വമ്പൻ ട്വിസ്റ്റിലേക്കാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ ട്വിസ്റ്റിലേക്കാണ് ചെന്ന് നിൽക്കുന്നത്. അത്രയും ഒരു ഗംഭീര കിടിലൻ പടമാണ്. ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ലിസ്റ്റുള്ള മൂവീസ്. അടുത്ത മൂവീസ് അടുത്ത ലിസ്റ്റിൽ ഞാൻ പറയാം. ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ